വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. നമ്മുടെ കഥ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് അനന്യയാണ്. അനന്യയാണെങ്കിൽ സുമിത്രയും അനിരുദ്ധവും ഒക്കെ പോയിട്ട് ഒരുപാട് സമയമായി. എന്തായി ഏതായി എന്നൊന്നും അറിയാതെ വളരെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇനി പ്രതീക്ഷ എങ്ങാനും സത്യങ്ങളെങ്ങാനും സുമിത്രയോട് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഇത്രയും കാലവും പൊന്നു മകളായിട്ട് വളർത്തിക്കൊണ്ട് വരുന്ന സ്വരമോളെ നഷ്ടപ്പെടുമല്ലോ. ആ ഒരു ടെൻഷനിൽ അവൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അനിരുദ്ധും സുമിത്രയും കൂടി വീട്ടിലേക്ക് കയറി വന്നു. അപ്പം സുമിത്രയുടെ മുഖത്ത് നോക്കിയതും പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ അനന്യയ്ക്ക് ഒരുപൊടി ആശ്വാസമായി. ഇപ്പം അമ്മ സത്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ രീതിയിലല്ല വീട്ടിലേക്ക് കയറി വരിക. എന്തൊക്കെ വന്നാലും തങ്ങൾ കാണിച്ചത് വലിയ തെറ്റാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിന്നു. അപ്പം അനിരുദ്ധിൻ്റെ അടുത്ത് ചെന്ന് അനന്യ കാര്യങ്ങൾ ചോദിച്ചു. എന്തായി, ജയിലിൽ പോയിട്ട് പ്രതീക്ഷനെ കണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല അനന്യെ, ആ സങ്കടത്തിലാണ് അമ്മ ഇപ്പോൾ ഉള്ളത്. അമ്മ അകത്തോട്ട് പോയി കിടന്നു എന്നും പറഞ്ഞ് നമ്മുടെ അനിരുദ്ധാണെങ്കിൽ സുമിത്രയുടെ റൂമിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. പിന്നീടാണെങ്കിലോ അവർ തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതെ, പ്രതീക്ഷ ഞങ്ങളെ രണ്ടുപേരെയും കാണാൻ കൂട്ടാക്കിയില്ല. ഞങ്ങൾ ഒരുപാട് സമയം ആ സാറിനോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അവന് ആ ഒരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ്. ഇനി എന്തായാലും പ്രതീക്ഷ 2-3 ദിവസത്തിനുള്ളിൽ പുറത്തു വരുമെന്നാണ് രഞ്ജിതാൻ്റെയും പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം രഞ്ജിതാൻ്റി എങ്ങനെയാണ് ജയിലിൽ വന്നതെന്നുള്ള കാര്യം അനന്യ ചോദിക്കുമ്പം അതെ, പ്രതീക്ഷന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് രഞ്ജിതാൻ്റിയാണ് പ്രതീക്ഷനെ ഇറക്കാനായിട്ട് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പം നമ്മുടെ അനന്യയ്ക്ക് ചെറിയൊരു ടെൻഷനായി. അനിരുദ്ധെ, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇനി പ്രതീക്ഷ കുഞ്ഞിനെ എങ്ങാനും തിരിച്ച് ചോദിക്കുമോ? എനിക്ക് ആ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. അതുമാത്രമല്ല, അവൻ ആൻറ്റിയോട് സത്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വരമോളെ നമുക്ക് നഷ്ടപ്പെടില്ലെന്നും പറഞ്ഞ് അനന്യ ഇങ്ങനെ സങ്കടപ്പെടാൻ തുടങ്ങിയപ്പം എടോ, താൻ ഈ സാഹചര്യങ്ങളും ഒക്കെ ആയിട്ട് ഒന്ന് പൊരുത്തപ്പെട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. പ്രതീഷിൻ്റെ മകളാണ് സ്വരമോള്. അതുകൊണ്ട് തന്നെ അവൻ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമെന്നും പറഞ്ഞ് അനിരുദ്ധ അനന്യെ ആശ്വസിപ്പിക്കുക. ഈ സമയത്താണെങ്കിലോ സച്ചിൻ വന്നിട്ട് വേണം തനിക്ക് ഈ വീട്ടിൽ നിന്നും തിരികെ ശ്രീനിലയത്തിലേക്ക് പോവാനെന്നും പറഞ്ഞ് സരസ്വതി അമ്മ ആ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിരിക്കുക. അപ്പൊ സച്ചിൻ എത്തിയ പാടെ തന്നെ എടാ എൻ്റെ ഫോൺ ഇങ്ങ് തന്നെയെന്നും പറഞ്ഞ് സരസ്വതി അമ്മ ആ ഫോൺ തിരികെ ചോദിക്കുമ്പോഴത്തേക്കിനും സച്ചിനാണെങ്കിലും അതെ, ഇങ്ങനെ ആജ്ഞാപിക്കേണ്ട കാര്യമൊന്നും ഇല്ല. നിങ്ങളുടെ ഫോൺ ഞാൻ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തന്നിരിക്കുന്നു, എന്നാ പിടിച്ചോന്നും പറഞ്ഞ് ആ ഫോൺ എടുത്ത് സരസ്വതിയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പം സരസ്വതി അമ്മ പറയുന്നുണ്ട്, എടാ നീ ഈ കാണിക്കുന്ന കാട്ടായൊക്കെ ഉണ്ടല്ലോ, പുറത്ത് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നീ അകത്ത് കിടക്കുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ശീതൾ അങ്ങോട്ട് വന്നു. ശീതൾ വന്നിട്ടാണെങ്കിലോ നമ്മുടെ സരസ്വതി അമ്മയോട് പറയുന്നുണ്ട്, അച്ഛമ്മ ദയവ് ചെയ്ത് സച്ചിൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. സച്ചിൻ ഏത് രീതിയിൽ പെരുമാറുമെന്ന് ഞാൻ മുന്നറിയിപ്പ് തന്നതല്ലേ എന്നും പറഞ്ഞ് ശീതൾ സംസാരിക്കുമ്പോഴത്തേക്കിനും സച്ചിനാണെങ്കിലോ അതെ, എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അടങ്ങി ഒതുങ്ങി ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങളെ ഞാനങ്ങ് പരലോകത്തേക്ക് വിടുമെന്നും പറഞ്ഞു. അപ്പം ഇതൊക്കെ കേട്ട് സച്ചിൻ്റെ മുഖഭാവവും മട്ടും ഭാവവും ഒക്കെ മാറുന്നതും കണ്ട് സരസ്വതിയമ്മ അവിടെ ഭയന്നിരിക്കുകയാണ്. ഇനി എന്താ താൻ ചെയ്യുക? എത്രയും പെട്ടെന്ന് തന്നെ സുമിത്രയോട് കാര്യങ്ങളൊക്കെ വിളിച്ചു പറയണം, അല്ലെങ്കിൽ തനിക്ക് ഇനി ഇങ്ങനെ ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നും പറഞ്ഞ് സരസ്വതിയമ്മ സുമിത്രയെ വിളിക്കാൻ ഫോൺ എടുക്കുമ്പം സച്ചിനാണെങ്കിൽ അതെ, വിളിക്കുന്നതൊക്കെ കൊള്ളാം, സ്പീക്കർ ഫോണിലിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ആ ഫോൺ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് ദാ അവിടെ കൊണ്ടുപോയി ഫോൺ വെച്ചേക്കെന്ന് പറഞ്ഞു. അപ്പോഴാണ് സരസ്വതി അമ്മ മൊത്തത്തിൽ പെട്ട വിവരം പുള്ളിക്കാരിക്ക് മനസ്സിലാകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ സരസ്വതി അമ്മ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവനെപ്പോലെയുള്ള ഒരു ഭ്രാന്തനെ ഇനി എത്ര കാലം താൻ സഹിക്കേണ്ടി വരുമെന്നും പറഞ്ഞ് പുള്ളിക്കാരി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പങ്കജിനെയും പൂജയുമാണ്. അപ്പം അതിനു മുന്നേ പങ്കജിൻ്റെ അടുത്ത് രഞ്ജിത ജയിലിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെ, ഈ കാര്യങ്ങളൊക്കെ നീ പൂജയോട് സംസാരിക്കണം. പൂജ അതനുസരിച്ച് വേണം നിന്നോട് പെരുമാറാനായിട്ട്. എന്തായാലും സുമിത്രയ്ക്കും അനിരുദ്ധിനും പ്രതീക്ഷനെ കാണാനായിട്ടുള്ള അവസരം ഒരുക്കി കൊടുത്തത് ഞാനാണ് എന്ന് നീ പ്രത്യേകം പൂജയോട് പറയണമെന്നും പറഞ്ഞ് നമ്മുടെ പങ്കജിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു രഞ്ജിത. അപ്പം രഞ്ജിത ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും പങ്കജാണെങ്കിലോ എൻ്റെ മമ്മിയുടെ
ബുദ്ധി അപാരം തന്നെയാണ്. ഇപ്പൊ പൂജ നമ്മളോട് കൂടുതലും സ്നേഹമുള്ള ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു. ഇനിയിപ്പം മമ്മി എന്ത് പറഞ്ഞാലും അവൾ അതൊക്കെ വിശ്വസിക്കും. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ പങ്കജും പൂജയും കൂടി പോയി കാണുന്ന സമയത്താണെങ്കിലോ പൂജ സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചെറുതായിട്ട് അവളുടെ കാലൊന്ന് ഇടറുകയാണ്. ആ സമയത്ത് കറക്റ്റായിട്ട് പോയിട്ട് പൂജയെ ഇങ്ങനെ താങ്ങി പിടിച്ച് പങ്കജ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പൂജയും പങ്കജും കൂടി കണ്ണിൽ നോക്കുകയാണ്. അപ്പം എന്തായാലും പൂജയ്ക്ക് പങ്കജിനോട് ചെറിയൊരു ക്രഷ് തോന്നിയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ആ ഒരു പ്രൊമോയിലൂടെ മനസ്സിലാവും. പൂജയ്ക്ക് ചെറിയൊരു ഇഷ്ടമുള്ളത് പോലെ തന്നെയാണ് പങ്കജിനെ നോക്കുന്നത്. പങ്കജാണെങ്കിലും എങ്ങനെയെങ്കിലും പൂജയെ വളച്ച് തൻ്റെ വശത്താക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൻ്റെ പുറത്താണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പങ്കജ് വിചാരിച്ച കാര്യം നടപ്പിലാക്കിയതുപോലെ പങ്കജ് ഇങ്ങനെ അവളെ നോക്കി ചിരിക്കുകയാണ്. അപ്പം പൂജ തനിക്ക് വല്ലതും പറ്റിയോ എന്ന് ചോദിക്കുമ്പം ഇല്ല പങ്കജ് എന്നെ കറക്റ്റായിട്ട് പിടിച്ചല്ലോ, അതുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല എന്നും പറഞ്ഞ് പൂജ പതിയെ അങ്ങ് എഴുന്നേറ്റു. ഈ സമയത്താണെങ്കിലോ അതെ മമ്മി ഒരു കാര്യം പറയാൻ പറഞ്ഞു. തൻ്റെ അമ്മയെയും അതുപോലെ തന്നെ തൻ്റെ ഏട്ടനെയും ഒക്കെ ജയിലിൽ വന്ന സമയത്ത് കണ്ടായിരുന്നു എന്ന്. തന്നോട് തൻ്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പം ഇല്ല പങ്കജ്, അമ്മയും അനിരുദ്ധേട്ടനും കൂടിയാണ് പ്രതീക്ഷേട്ടനെ കാണാൻ പോയത്. ഈ സമയത്ത് ഞാൻ ഓഫീസിലേക്ക് പോകുന്നില്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ ഞാൻ ഇറങ്ങാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് എന്നോട് അനന്യ ചേച്ചി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. രഞ്ജിതാൻ്റെ പറഞ്ഞതുപോലെ തന്നെ അനിരുദ്ധേട്ടനും അനന്യ ചേച്ചിയും ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ സത്യങ്ങളൊക്കെ എൻ്റെ അമ്മയിൽ നിന്ന് മറച്ചു പിടിച്ചത്. എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് മാത്രം എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ പങ്കജ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതെ പ്രതീക്ഷേട്ടനെ എൻ്റെ അമ്മ ജയിലിൽ പോയി കണ്ട സമയത്ത് പ്രതീക്ഷേട്ടൻ ആ വീട്ടിൽ എന്തോ ഒരു നിധിയുള്ള കാര്യം പറഞ്ഞു. പ്രതീക്ഷേട്ടന് മാത്രം അവകാശപ്പെട്ട ഒരു നിധി. അപ്പം അതെന്താണ് എന്നുള്ള കാര്യം പൂജയ്ക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പം നിധിയോ എന്ത് നിധി എനിക്കറിയില്ലല്ലോ, എന്താ പങ്കജ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ച് പൂജ ഇങ്ങനെ പങ്കജിൻ്റെ അടുത്ത് സംസാരിക്കുമ്പം അതും എനിക്കറിയില്ല, എൻ്റെ മമ്മി പറഞ്ഞ അറിവ് വെച്ചിട്ടാണ് ഞാൻ തന്നോട് സംസാരിച്ചത്. എന്തായാലും പ്രതീക്ഷേട്ടൻ മടങ്ങി ശ്രീനിലയത്തിലേക്ക് തന്നെ വരും. അപ്പം വരുന്ന സമയത്താണെങ്കിലോ ആ നിധിയും കൊണ്ടേ അദ്ദേഹം പോകുള്ളൂ എന്നൊക്കെ മമ്മിയോട് പറഞ്ഞു. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാമെന്നും പറഞ്ഞു പങ്കജും പൂജയും ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും പ്രതീക്ഷേട്ടൻ ആ ഏട്ടൻ എങ്ങനെയാണ് ഇപ്പം ഇങ്ങനെ ഒരാളെ കൊല ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നത് എനിക്കറിയില്ല, ആരെയാണ് അദ്ദേഹം കൊന്നതെന്നൊക്കെ പൂജ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും പ്രതീക്ഷേട്ടൻ ഇത്രയും വലിയൊരു ക്രിമിനലായി മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിൽ ഏറ്റവും നല്ലൊരു സ്വഭാവമുള്ളൊരു ചേട്ടൻ തന്നെ ആയിരുന്നു അതെന്നും പറഞ്ഞ് പൂജ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും അതെ ആ ചേട്ടൻ കൊന്നത് പുള്ളിക്കാരൻ്റെ ഭാര്യയായിട്ടുള്ള സഞ്ജനയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കിനും പൂജ ഇത് കേട്ടങ്ങ് ഞെട്ടി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ കുടുംബവിളക്കിൻ്റെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്